ഹലോ ഫ്രണ്ട്സ്, ഞാൻ മേജർ ജോസ്, ഫിസിയോതെറാപ്പിസ്റ്റ്. മറ്റുള്ള രാജ്യങ്ങളിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അവിടെയുള്ള ഒട്ടുമിക്ക ആളുകളും വേദന തുടങ്ങുമ്പോൾ തന്നെ നേരിട്ട് ഫിസിയോതെറാപ്പി ചികിത്സയ്ക്ക് വരാറുണ്ട്. അത് അവരുടെ പ്രോബ്ലംസ് പെട്ടെന്ന് സോൾവ് ചെയ്യുന്നതിനും സഹായിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആളുകളും വേദന കൂടി അത് നമ്മുടെ ആക്ടിവിറ്റീസിനെയോ ഫങ്ഷനെയോ ബാധിക്കുമ്പോൾ, ഉദാഹരണത്തിന് വേദന കൊണ്ട് ഇരിക്കുവാനോ നടക്കുവാനോ കിടക്കുവാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകുവാൻ പറ്റാത്ത അവസ്ഥയിലാകും ഡോക്ടറിനെ സമീപിക്കുക. തുടക്കത്തിൽ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യും. പിന്നീട് വേദന മാറിയില്ലെങ്കിൽ ഓർത്തോ ഡോക്ടറിനെ കാണും. അതിനുശേഷമാകും ഫിസിയോതെറാപ്പി ചികിത്സയ്ക്കായി വരിക. അപ്പോഴേക്കും നമ്മുടെ പ്രോബ്ലംസ് അക്യൂട്ട് സ്റ്റേജിൽ നിന്നും ക്രോണിക് സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ടാകും. ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് വേദന മാറ്റുവാനോ അല്ലെങ്കിൽ ഫങ്ഷൻസ് റിക്കവറി ചെയ്യുവാനോ സാധിക്കുകയില്ല. അതിന് കൂടുതൽ സമയം വേണ്ടിവരും. അതുകൊണ്ട് വേദന തുടങ്ങുമ്പോൾ തന്നെ ഫിസിയോതെറാപ്പി ചികിത്സ തേടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളം ആളുകൾ ഡിസ്ക് സംബന്ധമായ നടുവേദനയായും സയാറ്റിക് പെയിനായും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള നടുവേദന വരാനുള്ള മൂന്നാമത്തെ കാരണമായി എനിക്ക് തോന്നിയ പിരിഫോർമിസ് സിൻഡ്രോം. നമ്മുടെ നടുവേദന പിരിഫോർമിസ് സിൻഡ്രോം മൂലമാണോ, അല്ലെങ്കിൽ പിരിഫോർമിസ് സിൻഡ്രോം മൂലം നമുക്ക് നടുവേദന വരാൻ സാധ്യതയുണ്ടോ? ഇത് എങ്ങനെ സ്വയം ചെക്ക് ചെയ്യാം? ഇതിനെ പറ്റിയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ 20 വർഷത്തെ ഫിസിയോതെറാപ്പി ജീവിതത്തിന് വെളിച്ചത്തിൽ നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇതുവരെ ആരും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലാത്ത നടുവേദന വരാനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നടുവേദന വരാനുള്ള കാരണത്തെപ്പറ്റി നേരത്തെ ചെയ്ത വീഡിയോസിനും ഫിസിയോതെറാപ്പി സംബന്ധമായ എൻ്റെ പഴയ വീഡിയോസും കാണുന്നതിന് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് സന്ദർശിക്കുക. എൻ്റെ വീഡിയോസിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.